ഹായ് ഹലോ അപ്പോൾ വെൽക്കം ടു മൈ ന്യൂ വീഡിയോ. അപ്പോൾ ഇന്ന് ഇതുപോലൊരു ഫ്രോക്കാണ് ചെയ്യുന്നത്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. ആദ്യമേ ഞാനൊരു പേപ്പറിൽ ആദ്യം കട്ട് ചെയ്യാണ് ചെയ്തത്. അപ്പോൾ ഫസ്റ്റ് ഷോൾഡർ ഞാൻ 4 എടുത്തു, താഴേക്ക് 4 എടുത്തു. ഇനി നമുക്ക് ചെസ്റ്റിൻ്റെ മെഷർമെൻ്റ് ആണ്. ചെസ്റ്റിൻ്റെ മെഷർമെൻറ്റ് എങ്ങനെ നോക്കുന്നതെന്ന് വെച്ചാൽ ചെസ്റ്റ് മെഷർമെൻറ്റ് ഡിവൈഡഡ് ബൈ 4 പ്ലസ് സീം അലവൻസ്. ഇവിടെ അങ്ങനെ എല്ലാം കൂടി ആയിട്ട് ഞാൻ 8 ആണ് എടുത്തേക്കുന്നത്. നിങ്ങൾ ഈ ഫ്രോക്കിൽ കണ്ടാണല്ലോ ആദ്യം യോക്ക് പോർഷനിലൊരു കട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടി ഞാൻ ആ കട്ടിങ്ങിൻ്റെ അതുവരെ 6 ഇഞ്ചസ് ആണ് എടുത്തേക്കുന്നത്. അപ്പോൾ ഇവിടെ ടോട്ടൽ ലെങ്തായിട്ട് ഞാൻ 21 ഇഞ്ചസ് ആണ് എടുത്തേക്കുന്നത്. അപ്പോൾ ഇവിടെ ഞാൻ ഇനിയിപ്പോൾ ചെയ്യാൻ പോകുന്നത് ലൈനിങ്ങിലേക്ക് കട്ട് ചെയ്യാനാണ് പോകുന്നത്. അപ്പോൾ ഞാൻ ഈ യോക്ക് പോർഷൻ്റെ ഇവിടെ ഞാനിങ്ങനെ മടക്കി വെക്കുകയാണ്. നമ്മളൊരു ബിഗിനേഴ്സൊക്കെ ആകുമ്പോഴത്തേക്കും നമുക്ക് എപ്പോഴും ഇതുപോലെ പേപ്പറിൽ ഡ്രാഫ്റ്റ് ചെയ്തതിന് ശേഷം കട്ട് ചെയ്യുന്നതായിരിക്കും എപ്പോഴും നല്ലത്. അതാകുമ്പോൾ പെട്ടെന്ന് തെറ്റിപ്പോവുക അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും വരത്തില്ല. യോക്ക് സെപ്പറേറ്റ് കട്ട് ചെയ്യാനും അതുപോലെ താഴത്തേക്കുള്ള സ്കേർട്ട് പോർഷൻ കട്ട് ചെയ്യാനും അറിയാത്തവർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ടെക്നിക്കാണ് ഇങ്ങനെ നമുക്ക് ഇതുപോലെ മടക്കി വെച്ചിട്ട് നമുക്ക് യൂസ് ചെയ്യാം. അതുപോലെ ഈ പേപ്പർ തന്നെ നമുക്ക് വേണമെങ്കിൽ ഇനി വേറെ ഡ്രസ്സൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ സമയത്ത് ലൈൻ ഫ്രോക്കൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ സമയത്ത് നമുക്ക് യൂസ് ചെയ്യാം. ഈ പാറ്റേൺ യൂസ് ചെയ്യാൻ പറ്റും. ആദ്യം ഞാനിവിടെ കോട്ടൺ ലൈനിങ് സ്കേർട്ട് പോർഷനാണ് കട്ട് ചെയ്തത്. ഇനി കട്ട് ചെയ്തിട്ട് ബാക്കി വരുന്ന പീസ് വരുന്ന പീസിലാണ് നമ്മുടെ യോക്ക് പോർഷനിലേക്കുള്ള ഇത് കട്ട് ചെയ്തെടുക്കാൻ പോകുന്നത്. അപ്പോൾ നേരത്തെ മടക്കി വെച്ച ആ പേപ്പറിൻ്റെ ആ യോക്ക് പോർഷൻ നമുക്ക് നിവർത്തിയിട്ട് നമുക്ക് ഈ കോട്ടൺ ഫാബ്രിക്കിലേക്ക് നമുക്ക് മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്തെടുക്കാം. ബിഗിനേഴ്സിന് കുറച്ചും കൂടി എളുപ്പം ഇങ്ങനത്തെ ഈ മെത്തേഡ് യൂസ് ചെയ്യുന്നതായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇതാകുമ്പോൾ നമുക്ക് കൺഫ്യൂഷൻസ് വരില്ല. മെഷർമെൻറ്റ്സ് കറക്റ്റായിട്ട് നമ്മൾ ഫോളോ ചെയ്തിട്ട് ഇതുപോലെ പേപ്പറിൽ ഡ്രാഫ്റ്റ് ചെയ്തിട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കൺഫ്യൂഷൻസ് കുറേയൊക്കെ നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും. ഇവിടെ ഞാൻ 3 ടൈപ്പ് ഫാബ്രിക്സ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. കോട്ടൺ എടുത്തിട്ടുണ്ട്, അതുപോലെ സാറ്റൺ ഉണ്ട്, നെറ്റ് ഫാബ്രിക് ഉണ്ട്. നെറ്റിൽ തന്നെ 2 പ്ലെയിൻ നെറ്റും യൂസ് ചെയ്തിട്ടുണ്ട്. യോക്ക് പോർഷനിൽ മാത്രമായിട്ട് വർക്ക് ചെയ്തിട്ടുള്ള നെറ്റും യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മുടെ കോട്ടൺ ഫാബ്രിക് കട്ട് ചെയ്തതിന് ശേഷം അതേ സെയിം അളവ് തന്നെ വെച്ചിട്ട് നമുക്ക് സാറ്റണും കട്ട് ചെയ്ത് എടുക്കാം. പിന്നെ നെറ്റിൻ്റെ മാത്രം നമുക്ക് കുറച്ച് കൂടുതൽ വേണം. മാക്സിമം നമുക്ക് എത്ര നെറ്റുണ്ടോ അത് നമ്മുടെ ആവശ്യം അനുസരിച്ച് നമുക്ക് ഫ്ലെയർ കുറച്ച് വേണോ കൂടുതൽ വേണോ എന്ന് നോക്കിയിട്ട് നമുക്ക് നെറ്റിൻ്റെ അളവ് എടുക്കാവുന്നതാണ്. ഈ യോക്ക് പോർഷൻ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ യൂസ് ചെയ്യുന്ന ഈ നെറ്റ് കുറച്ച് ഹാർഷാണ്, കുട്ടികളുടെ ദേഹത്ത് കൊള്ളുന്ന ടൈപ്പാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇങ്ങനെ മേളിൽ വെച്ചിട്ട് ആദ്യം സാറ്റൺ, പിന്നെ അതിൻ്റെ മുകളിൽ നെറ്റ്, അതിൻ്റെ മുകളിൽ കോട്ടൺ ലൈനിങ് വെച്ചിട്ട് നെക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് സ്ലീവിൻ്റെ ആ ഭാഗം എല്ലാം നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഈ ഏറ്റവും അടിയത്തെ ആ പോർഷൻ മാത്രം സ്റ്റിച്ച് ചെയ്യാതെ വിട്ട് കഴിഞ്ഞാൽ നമുക്ക് നേരെ മറിച്ചെടുക്കാൻ പറ്റും. അങ്ങനെ മറിച്ചെടുക്കുന്ന സമയത്ത് ഒരിക്കലും കുട്ടികളുടെ ദേഹത്ത് കുത്തുന്ന ആ ഒരു ഇഷ്യൂ വരത്തില്ല. ഇപ്പോൾ ഈ കാണിക്കുന്ന പോലെ നമ്മൾ ഇവിടെ നെക്ക് മാർക്ക് ചെയ്തേക്കുന്നവിടവും ഷോൾഡറിൻ്റെ ഈ പോർഷനും അതുപോലെ താഴത്തെ ഈ പോർഷനും വിട്ടിട്ട് ബാക്കി എല്ലായിടവും നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. എന്നിട്ട് സ്കേർട്ട് പോർഷനിലേക്ക് നമ്മൾ അറ്റാച്ച് ചെയ്യുന്ന സമയത്തും ഈ നമ്മുടെ കോട്ടൺ ഫാബ്രിക് ഒഴികെയുള്ള ബാക്കി 2 ഫാബ്രിക്കും കൂടി ചേർത്ത് വെച്ചിട്ട് നമുക്ക് സ്കേർട്ട് പോർഷനും കൂടി ചേർത്ത് സ്റ്റിച്ച് ചെയ്തിട്ട് എടുക്കാം. ശേഷം നമുക്ക് ലൈനിങ്ങിൻ്റെ ഫാബ്രിക് അതുപോലെ ഈ സ്റ്റിച്ച് ചെയ്ത ഫാബ്രിക്കിന് ഉള്ളിലോട്ടാക്കി ലൈനിങ്ങിൻ്റെ ഫാബ്രിക്കും കൂടി പതിച്ചടിച്ചാൽ കുത്തുനിശ് വരില്ല. അപ്പോൾ വളരെ ഈസി ആയിട്ട് സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഫ്രോക്കാണ്. അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക്. വേറൊരു കുഞ്ഞിന് വേണ്ടി ചെയ്തത് കൊണ്ട് കുഞ്ഞിന് കൊടുത്തതുകൊണ്ട് ഫോട്ടോസ് കയ്യിലില്ലാത്തത് ChatGPTയുടെ ഹെൽപ്പോട് കൂടി ഞാനിവിടെ വേറെ ഫോട്ടോസ് അറ്റാച്ച് ചെയ്യണം. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യണം. ബൈ.